ഹായ് ഒന്നും കൂടി എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ വിഷയത്തിലേക്കൊക്കെ കടക്കാം. ആരാണ് മുഖ്യമന്ത്രി? നമ്മുടെ സന്ദീപ് വാര്യർ തന്നെ തുറന്നു പറയുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ വെച്ച് തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. കുറേ അമ്മമാർ എനിക്ക് പേഴ്സണലി ഫേസ്ബുക്കിൽ ഇഷ്ടംപോലെ മെസ്സേജാണ് വരുന്നത്. ബ്രോ ഇന്ന് വിഷു അല്ലേ, വിഷു ആയതുകൊണ്ട് മോൻ്റെ ഒരു സ്കാനർ അയക്കണം, മോൻ്റെ ഗൂഗിൾ പേ നമ്പർ അയക്കണം, വിഷുവിൻ്റെ വക മോന് ഞങ്ങൾ ഇത്ര പൈസ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ അമ്മമാരോടൊക്കെ ഞാൻ പറയുന്നത്, അമ്മമാരെ പേഴ്സണലി ഞാൻ ഗൂഗിൾ പേ നമ്പറും തരുന്നില്ല, സ്കാനറും തരുന്നില്ല. കാരണം നാളെ വേറെ ആരെങ്കിലും അതിനൊരു കോണ്ടന്റ് ചെയ്യും, അൽത്തു പൈസ തട്ടി എന്നൊക്കെ പേഴ്സണലി സ്കാനർ അയച്ചു എന്നൊക്കെ പറയും. അതുകൊണ്ടാണ് എൻ്റെ അമ്മമാരോടൊക്കെ ഞാൻ അങ്ങനെ മെസ്സേജ് അയച്ചത്. വിഷു ആയതുകൊണ്ട് വിഷു സമ്മാനമായി എന്തെങ്കിലും തരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ ഞാനൊരു സ്കാനർ വെക്കാം. ഈ സ്കാനർ നിങ്ങൾ അയച്ചാൽ മതി. നല്ലോണം പൈസ കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ പാവങ്ങൾക്ക് കൊടുക്കും. അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. കുറേ അമ്മമാർ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് വീഡിയോയിൽ വെച്ചത്. അതായത് നമ്മൾ പേഴ്സണൽ അയച്ചു കൊടുത്തത് അത് പണിയാണ്. അപ്പോൾ ആരാണ് മുഖ്യമന്ത്രി എന്ന് നിങ്ങൾ എന്തായാലും കോൺഗ്രസ് ജയിക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല പൊന്നു മനുഷ്യന്മാരെ. കുറഞ്ഞത് 80-85 സീറ്റിൽ കോൺഗ്രസ് തന്നെയാണ് അധികാരത്തിൽ വരുന്നത്. അതിപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾ 29-ാം തീയതി എക്സിറ്റ് പോൾ പുറത്തുവിടും. നമ്മളൊക്കെ എക്സിറ്റ് പോൾ പറഞ്ഞതാണ്. ഉറപ്പായിട്ടും 100-ൽ 101% കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരാൻ പോകുന്നത്. ഈ വീഡിയോ കാണുന്ന BJP-ക്കാരും CPM-കാരും എന്നെ തെറിവിളിക്കണ്ട. ജനങ്ങളുടെ പൾസാണ് ഞാൻ വിളിച്ച് പറയുന്നത്. മറ്റന്നാൾ, അതായത് മെയ് 4-ാം തീയതി നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആരാണ് മുഖ്യമന്ത്രി എന്നാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത്. നമ്മുടെ സന്ദീപ് വാര്യർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് വെച്ച് തരാം. അതിനു മുമ്പ് ഒരൊറ്റ കാര്യം പറയുകയാണ് പൊന്നു മനുഷ്യന്മാരെ. ആരാണ് യോഗ്യനെന്ന് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ പൊന്നു മനുഷ്യന്മാരെ, നിങ്ങൾക്കാർക്കും ഞാൻ ഈ പേര് പറയുമ്പോൾ വേദനിക്കരുത്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാരണം ഞാൻ പറയാം. അതായത് എനിക്ക് പേഴ്സണലി ആഗ്രഹം VD സതീശൻ മുഖ്യമന്ത്രി ആവണമെന്നാണ്. അതിൻ്റെ കാരണം ഞാൻ പറയാം. അതായത് കോൺഗ്രസ് ഒന്നുമല്ലാത്ത സമയത്ത് കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിച്ചത് VD സതീശനാണ്. VD സതീശൻ പ്രതിപക്ഷ നേതാവാവുന്ന സമയത്ത് കോൺഗ്രസ് രണ്ടാമത് തോറ്റു പണ്ടാരമടങ്ങി. മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ എന്തിനു വേണം, ഇന്ത്യ ടുഡേ മാധ്യമങ്ങളടക്കം പറഞ്ഞു ഇനി കേരളത്തിൽ കോൺഗ്രസ് ഇല്ല, BJP-യും CPM-ഉം തമ്മിലാണ് മത്സരം. അടിയോടടിയാണ് ആ സമയത്ത് കോൺഗ്രസിൽ. എല്ലാവരും വിചാരിച്ച് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം എന്നേക്കുമായിട്ട് തീർന്നു എന്ന്. അത്രക്കും അടിയാണ്. അവിടെ നിന്നാണ് നമ്മുടെ VD സതീശൻ സ്റ്റെപ്പ് ബൈ ആയിട്ട് കൊണ്ടുവന്നത് അല്ലേ. നിങ്ങൾ തന്നെ പറയാം, നിലമ്പൂർ ബൈ ഇലക്ഷനിൽ കോൺഗ്രസ് തൂത്തുവാരില്ലേ, രാഹുൽ മാങ്കൂടത്തിൻ്റെ പാലക്കാട് ഇലക്ഷനിൽ നമ്മുടെ കോൺഗ്രസ് തൂത്തുവാരില്ലേ. ഇതൊക്കെ എന്തുകൊണ്ടാണ് പൊന്നു മനുഷ്യന്മാരെ? VD സതീശന്റെ ക്ലിയർ ആയിട്ടുള്ള ഇടപെടലാണ്. എന്തിനു വേണം തദ്ദേശ തെരഞ്ഞെടുപ്പ്? കോൺഗ്രസിന്റെ മഹാ തിരിച്ചുവരവല്ലേ കോൺഗ്രസ് കാണിച്ചത്. ആരാണ് ഇതിനൊക്കെ കാരണം? VD സതീശനാണ്. ഞാൻ VD സതീശനെ വെളുപ്പിക്കുന്നതല്ല, ഒരു കാര്യം കൂടി പറയുകയാണ്. ഒരു നേതാവ് VD സതീശൻ എന്താണ് പറഞ്ഞത്? അതായത് അതായത് ഈ പറയുന്ന ഇലക്ഷനിൽ കോൺഗ്രസ് തോറ്റു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദി എനിക്കാണ്, ഞാൻ പിന്മാറും. അതായത് കോൺഗ്രസ് തോറ്റു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദി എനിക്കാണ്, എന്നേക്കുമായിട്ട് ഞാൻ ഈ പണി നിർത്തുമെന്നാണ് VD സതീശൻ പറഞ്ഞത്. നേരെ മറിച്ചിട്ട് കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ അത് എൻ്റെ മാത്രമല്ല, ടീം വർക്കാണ്, എനിക്കതിൽ ഒരു ക്രെഡിറ്റുമില്ല എന്നാണ് VD സതീശൻ പറഞ്ഞത്. ആരെങ്കിലും അങ്ങനെ പറയോ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് VD സതീശനാണ് യോഗ്യൻ. കുറച്ച് അമ്മമാർക്ക് നമ്മുടെ രാഹുൽ മാങ്കൂടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് VD സതീശനാണ്. അതുകൊണ്ട് VD സതീശൻ മുഖ്യമന്ത്രി ആവണ്ട എന്ന് കുറച്ച് പേരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട്. അവരോടൊരു കാര്യം പറയുകയാണ്. റിപ്പോർട്ടറിൻ്റെ അരുൺകുമാർ, അതായത് നമ്മുടെ രാഹുൽ മാങ്കൂടത്തിന് സീറ്റ് കൊടുത്താലും നമ്മുടെ രാഹുൽ മാങ്കൂടത്തിന് തിരിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ എത്തിച്ചാൽ ഈ പറയുന്ന അരുൺകുമാർ വെറുതെ വിടോ? അരുൺകുമാർ വാർത്ത കൊടുക്കൂലേ, പീഡനവീരൻ രാഹുലിന് സീറ്റ് കൊടുത്തു എന്ന്? രാഹുൽ മാങ്കൂടത്തിൽ തെറ്റുകാരനല്ല എന്ന് എനിക്കറിയും, നിങ്ങൾക്കറിയും അമ്മമാരെ. പക്ഷെ കോടതി എന്ന് പറയുന്ന രാഹുൽ മാങ്കൂടത്തിൽ, ഇപ്പോൾ കോടതി അതായത് നമ്മുടെ രാഹുൽ മാങ്കൂടത്തിന് ജാമ്യം കൊടുത്തു, അത് വേറെ സംഗതിയാണ്. ഒരൊറ്റ കാര്യം പറയുകയാണ്, രാഹുൽ മാങ്കൂടത്തിന്റെ കോടതി എന്ന് പറയുന്നത് തെറ്റുകാരൻ. അന്നാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂടത്തിൽ കുറ്റക്കാരനാവുന്നത്. അതുവരെ നമ്മുടെ രാഹുൽ മാങ്കൂടത്തിൽ തെറ്റുകാരനല്ല. പക്ഷെ നമ്മുടെ രാഹുൽ മാങ്കൂടത്തിന്റെ പാർട്ടിയിൽ എത്തിച്ചാൽ അരുൺകുമാർ വിടൂല. അരുൺകുമാർ അങ്ങനെ വാർത്ത കൊടുക്കും, അതിൽ നമ്മുടെ രാഹുൽ മാങ്കൂടത്തിലെ ഈ പറയുന്ന കോൺഗ്രസിന്റെ കരിയർ തന്നെ ഇല്ലാതാവും. അതുകൊണ്ട് പേടിച്ചിട്ടാണ് VD സതീശൻ സീറ്റ് കൊടുക്കാത്തത് എന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. പൊന്നു മനുഷ്യന്മാരെ, സന്ദീപ് വാര്യർ തന്നെ പറയുന്നുണ്ട് ആര് വേണം മുഖ്യമന്ത്രി എന്ന്. നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കണം. ഓക്കെ, KC വേണുഗോപാലിന് എന്ത് അർഹത എന്നാണ് ഒരു മാധ്യമ സ്ഥാപനം ഇന്നലെ ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ അർഹത അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ആണ്, അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു, അദ്ദേഹം സംസ്ഥാനത്തെ മന്ത്രിയായിരുന്നു, അദ്ദേഹം കോൺഗ്രസിൻ്റെ വിവിധ തലങ്ങളിൽ പദവികൾ വഹിച്ചിട്ടുണ്ട്, ദീർഘകാലത്തെ രാഷ്ട്രീയ എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹം കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സംഘടനാ ജനറൽ സെക്രട്ടറിയ ശേഷം രാജ്യത്ത് കോൺഗ്രസിനെ പുനഃസംഘടിപ്പിക്കാനും അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരാനും പ്രതിപക്ഷ കക്ഷികളെ ഒരുമിപ്പിക്കാനും അദ്ദേഹം നടത്തിയിട്ടുള്ളൊരു എഫേർട്ടുണ്ട്. അത് കാണാതെ പോകരുത്. ഭാരത് ജോഡോ യാത്ര ഏറ്റവും വലിയ ഉദാഹരണമല്ലേ.
രാജ്യം കണ്ട ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്, അടുത്ത കാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്, അതിൻ്റെ ചാലകശക്തി ആരായിരുന്നു? ശ്രീ KC വേണുഗോപാലായിരുന്നു. അത് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമാണോ? അത് പൂർണ്ണമാക്കി അതിന് രാഹുൽ ഗാന്ധിയെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളത് ചെറിയ കാര്യമാണോ? അദ്ദേഹം അത് ഭംഗിയായി നിർവഹിച്ചിട്ടുള്ള ഒരു നേതാവാണ്. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും മനോഹരമായി തെരഞ്ഞെടുപ്പിനെ കോർഡിനേറ്റ് ചെയ്തത് ശ്രീ KC വേണുഗോപാലായിരുന്നു എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കുറച്ച് 1 മണിക്കും 2 മണിക്കും വരെ ഫോൺ ചെയ്ത് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ചോദിച്ചറിയുകയും ഉപദേശം തരികയും വേണ്ട എല്ലാ സഹായങ്ങൾ ചെയ്തു തരികയും ചെയ്തത് ശ്രീ KC വേണുഗോപാലായിരുന്നു എന്നുള്ളതിൽ ഒരു സംശയമില്ല. മറ്റൊന്ന്, വ്യക്തിപരമായ ഒരു അനുഭവം പറയട്ടെ. ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് നിൻ്റെ രാഷ്ട്രീയ ഭാവി കോൺഗ്രസ്സിൽ സുരക്ഷിതമായിരിക്കും, നിനക്ക് പൊതുസമൂഹത്തിനിടയിൽ പ്രവർത്തിക്കാനുള്ളൊരു അവസരം കോൺഗ്രസ് നൽകും എന്ന് പറഞ്ഞ് എന്നെ കൈപിടിച്ച് ഈ പ്രസ്ഥാനത്തിലേക്ക് സ്വീകരിച്ചതും ശ്രീ KC വേണുഗോപാലായിരുന്നു. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം പറയാം. കോൺഗ്രസ് പാർട്ടിയിൽ മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയുള്ള ഒന്നിലേറെ പേരുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ VD സതീശനും ശ്രീ KC വേണുഗോപാലും ഉൾപ്പെടെയുള്ള വലിയൊരു വൈബ്രൻറ്റ് ലീഡർഷിപ്പ് കോൺഗ്രസിനുണ്ട്. അത് കോൺഗ്രസിൻ്റെ ദൗർബല്യമല്ല, അത് കോൺഗ്രസിൻ്റെ കരുത്താണ്. വിശാലമായിട്ടുള്ള ഒരു ജനാധിപത്യ പ്ലാറ്റ്ഫോമായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിക്ക് വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു വലിയൊരു ലീഡർഷിപ്പ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഇടതുപക്ഷത്തെ വെച്ച് നോക്കുന്ന സമയത്ത് അവർക്ക് മറ്റ് നേതാക്കന്മാരില്ല, പിണറായി അല്ലാതെ മറ്റൊരു പേര് പോലും അവർക്ക് പറയാനില്ല. പക്ഷേ ഇത് കോൺഗ്രസിൻ്റെ കരുത്താണ്, കോൺഗ്രസിൻ്റെ ദൗർബല്യമല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള ചർച്ചകൾ മാധ്യമ സ്ഥാപനങ്ങൾ നടത്തുന്നതും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ നടത്തുന്നതുമൊക്കെ ഈ പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഈ UDF അധികാരത്തിൽ വരുമെന്ന് കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കാനുമുള്ള പരിശ്രമങ്ങളാണ്. ഓക്കെ, റിപ്പോർട്ടർ ചാനലൊക്കെ നിരന്തരം വാർത്ത കൊടുക്കുന്നത് മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല, മുഖ്യമന്ത്രി VD സതീശൻ എന്നൊന്നാണ്. നമുക്ക് അഭിപ്രായം പറയാം, അതിൽ തെറ്റില്ല. പക്ഷേ നമ്മൾ ഇന്ന ആള് അങ്ങനെയാ മറ്റ് ഉറപ്പിച്ച് പറയുന്നത് വളരെ വളരെ തെറ്റാണ്. നമുക്ക് അതായത് VD സതീശൻ്റെ ഒരു വീഡിയോ വൈറലാണ്, പിണറായി വിജയനെ വെല്ലുവിളിക്കുന്ന ഒരു വീഡിയോ. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഞാനിതൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞു എനിക്ക് പിണറായി വിജയനെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ കാര്യം? കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാ? ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ഈ ആനാട് ജയനോ വായുതോ തേക്കടാനല്ലോ വിചാരിച്ചത് മാറ്റാൻ പറ്റുമോ? അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ്. ഇനി ചരിത്രത്തിൽ ഒന്നുകൂടി വരും. കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരാ? പിണറായി വിജയൻ. അദ്ദേഹത്തെ ആർക്കും വിട്ടുകൊടുക്കില്ല. അതാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള ഇഷ്ടം. എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോൾ നിങ്ങൾ നന്നായി ചിരിച്ചോ, സ്ഥാനാർത്ഥികൾ പ്രത്യേകിച്ച്. കാരണം അവർ ഇപ്രാവശ്യം നമുക്കായിരിക്കും വോട്ട് ചെയ്ത്, ഒരു സംശയവും വേണ്ട. പിന്നെ ഇടതുപക്ഷ സഹയാത്രികരുണ്ട്. ഇടതുപക്ഷം അവർ പാർട്ടിക്കാരൊന്നുമല്ല, ഇടതുപക്ഷത്തെ ഇഷ്ടപ്പെട്ടവർ. ഇടതുപക്ഷം വന്നാൽ നല്ലത് വരും, അവർ നാടിന് നന്മ ചെയ്യും എന്ന് വർഷങ്ങളായി മനസ്സിൽ ചിന്ത കൊണ്ടു നടന്നവരാണ്. അവരെ എല്ലാവരെയും കാണുമ്പോൾ ചിരിച്ചോ, കാരണം അവരെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കായിരിക്കും വോട്ട് ചെയ്യുന്നത്. ഓക്കെ, VD സതീശൻ പറയുന്നത് ഇങ്ങനെയാണ്. ഒരു കാര്യം ഞാൻ പറയാം, അതായത് VD സതീശൻ ജനങ്ങളുടെ പൾസാണ് പറയുന്നത്. ഒരുപക്ഷെ ഇത് നടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പിണറായി വിജയൻ CPMന്റെ ഏറ്റവും അവസാന മുഖ്യമന്ത്രി എന്ന് ഈ പറയുന്ന VD സതീശൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. CPMകാരാ നിങ്ങൾ എതിർത്തിട്ട് കാര്യമില്ല. കുറഞ്ഞത് ഒരു 10 വർഷത്തേക്ക് ഉറപ്പായിട്ടും CPMന് ഭരണം കിട്ടൂല. ആ 10 വർഷം കൊണ്ട് BJP വളർന്നാൽ 8ന്റെ പണി CPMകാരൻ നിങ്ങൾക്കാണ് കിട്ടാൻ പോകുന്നത്. ഈ ഇലക്ഷനിൽ എൻ്റെ സർവേ പ്രകാരം ഒരു സീറ്റ് മാത്രമാണ് BJPക്ക് കിട്ടാൻ പോകുന്നത്, അഥവാ സീറ്റില്ല. ഒരു എക്സാമ്പിൾ പറയാം, ഈ ഇലക്ഷനിൽ BJP 5 സീറ്റ് പിടിക്കുകയാണെങ്കിൽ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ അത് 15 ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു 10 വർഷം കഴിഞ്ഞിട്ട് മറ്റേ 20-25 സീറ്റിലേക്ക് പറഞ്ഞ BJP എത്തും. അതിനുശേഷം കോൺഗ്രസും BJPയും തമ്മിലായിരിക്കും ഇവിടെ മത്സരം. എന്നേക്കുമായിട്ട് ബംഗാളിൻ്റെ അവസ്ഥ ഞാൻ പറയേണ്ടതല്ലോ. കേരളം എങ്ങനെയാണ്, അങ്ങനെയാണ് അവിടെ CPM ഉണ്ടായത് ഒരു കാലം. ഇപ്പം എന്തായി? തൊലി CPMൻ്റെ ഒന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പേഴ്സണൽ ആഗ്രഹത്തിൽ ഞാൻ പറയാം, പൊന്നു സഖാക്കളെ, ഇവിടെ 5 വർഷം ഇങ്ങനെ മാറി മാറി ഭരിക്കണം എന്നാണ്. പക്ഷേ നിങ്ങളുടെ പിണറായി വിജയൻ എല്ലാം ഇല്ലാതാക്കി കളഞ്ഞു. ആരോട് ചോദിച്ചു കഴിഞ്ഞാലും പറയുന്നത് ഭരണവികാര വിരുദ്ധതയാണ്. എന്താണ് ചിലർ പറയുന്നത്, ഞങ്ങൾക്ക് LDFകാരോട് ഒരു വിരോധവുമില്ല, പക്ഷേ ഇത്തവണത്തെ ഭരണം അത്ര പോരാ. ഈ പറയുന്ന പിണറായി വിജയൻ 3ാമത് അധികാരത്തിൽ വന്നാൽ CPM പാർട്ടി തന്നെ എന്നേക്കുമായിട്ട് ഇല്ലാതാവും. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ അധികാരത്തിൽ വരരുത് എന്ന് അവർ പോലും ആഗ്രഹിക്കാനുള്ള കാരണം ഇത് മാത്രമാണ്. പൊന്നു മനുഷ്യന്മാരെ, ഇപ്പം എന്നെ തെറി വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യവുമില്ല. ഏറ്റവും അവസാനം കുറേ കമൻറ്റ് വരുന്നുണ്ട്, എത്ര സീറ്റ് കിട്ടും. എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറയാം, അതായത് കുറഞ്ഞത് 80-85 സീറ്റിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും. കോൺഗ്രസ് എങ്ങാനും അധികാരത്തിൽ വന്നിട്ടില്ല എങ്കിൽ, പിണറായി വിജയനാണ് 3ാമത് അധികാരത്തിൽ വരുന്നതെങ്കിൽ സ്വാഹ, കേരളത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഞാനൊന്നും പറയുന്നില്ല.
അതായത് കേരളവും ഇല്ലാതാവും, CPM പാർട്ടിയും ഇല്ലാതാവും, എന്തൊക്കെയോ അവസ്ഥ വരും. കോൺഗ്രസിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും, VD സതീശൻ രാജിവെച്ച് എങ്ങോട്ടെങ്കിലും പോവും. ഇതൊരിക്കലും നടക്കാൻ പോകാത്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതായത് ഷാഫി പറമ്പിലിനൊക്കെ റിസ്ക് കിട്ടും, എന്തൊക്കെയോ പ്രശ്നം വന്നിട്ട് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം തന്നെ ഒരു പക്ഷേ ഇല്ലാതാവാൻ ചാൻസ് ഉണ്ട് അധികാരത്തിൽ വന്നിട്ടില്ല എങ്കിൽ. അപ്പോൾ 100-101% കോൺഗ്രസ് അധികാരത്തിൽ വരും, അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ എന്തായാലും തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ.